അശോകാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷണ്ണ, എന്താണ് സ്ഥലത്തെ സാഹചര്യം? കൃഷിസ്ഥലമാണ്, വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവേളകളില്ലാതെയാണ് മഴ പെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോടഞ്ചേരി ഈരൂട് നെടുന്നപാറ എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. അത് കൃഷിസ്ഥലമാണ്, ജനവാസ മേഖല അല്ലാത്തതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ മണ്ണിടിച്ചിലാണ്, ഏക്കറുകളോളം കൃഷി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. റബ്ബർ കൃഷിയായിരുന്നു ഇവിടെ. നേരത്തെ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ മലയോര മേഖലയാണ്, ഏത് സമയത്തും അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സ്ഥലമാണ്. ഏക്കറുകളോളം കൃഷി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം? രാവിലെ 11 മണിയാകുമ്പോഴാണ്. ഇപ്പം ഏകദേശം ഇത്രയും ഇടിച്ചൽ വന്നത് ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ ഭാഗത്താണ് ആദ്യമായിട്ട് സംഭവിക്കുന്നത്. മണ്ണിടിച്ചിൽ മുന്നേ ഒന്നും ഉണ്ടാകാത്ത സ്ഥലമാണ്, അപകട ഭീഷണി ഇല്ലാത്ത സ്ഥലമാണ്. കൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കുറേ, പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് ഇത്. കൃഷിയിടമാണ്, സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടമാണ്. റബ്ബർ മരങ്ങൾ നട്ട് കുറച്ച് വർഷങ്ങളാകുന്നതാണ്. ഇവിടെയുള്ള ആളാണ് കേട്ടോ. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഈ കോറി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ വലിയ കോറി ചെയ്ത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അതും നിർത്തിച്ചതാണ്. ഇതിൻ്റെ അപ്പുറം ഒരു കോളനി ഉണ്ട്, അവർക്കും ഭീഷണിയാണ്. അതൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ മഴ തൊട്ടിലാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്നാണ് പറയാൻ നമുക്ക് കഴിയില്ല. ആദിവാസി ഉന്നതി ഉണ്ട്, കുറെ താമസിക്കുന്നുണ്ടോ ആളുകൾ അവിടെ? ആദിവാസി ഉന്നതി അല്ല, വലിയ കോളനി പോലെ അല്ല, ഉന്നതി വലിയ അടുത്തടുത്തടുത്ത് ഒത്തിരി അമ്മായിക്കാടെന്ന് പറയും. ജനവാസ മേഖലയാണല്ലേ അത്? നല്ല ജനവാസ മേഖലയാണ്. ഇല്ല ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഉണ്ടാവുന്ന അത് ഈ കോറി കണ്ടു വന്നാൽ കാര്യം ഒരു വലിയ കോറിയാണ്. രജനി, നേരത്തെ ഇവിടെ ഇതിന് സമീപത്തായി ഒരു ക്വാറി പ്രവർത്തിച്ചിരുന്നു. അത് പിന്നീട് നിർത്തലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു ആഘാതം എന്നോണമായിരിക്കും ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഭീകരമായ ഒരു സാഹചര്യമാണ്. ജനവാസ മേഖല അല്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. പക്ഷേ കൃഷി ഒരുപാട് നശിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കൊക്കെ എടുക്കുന്നതേ ഉള്ളൂ. റബ്ബർ കൃഷിയിടമാണ്. വലിയ വ്യാപ്തിയുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ശരി, കോഴിക്കോട്ട് നിന്നാണ് ഷംന അശോക വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് പൂനൂരിൽ നിറയെ യാത്രക്കാരുമായി പോയ ബസ് വെള്ളത്തിൽ കൊണ്ടിരിക്കുന്നു. പുനൂർ കട്ടിപ്പാറ റൂട്ടിൽ പുനൂർ കുണ്ടത്തിൽ എന്ന സ്ഥലത്താണ് ബസ് കുടുങ്ങിയത്. യാത്രക്കാരെ എന്തായാലും നാട്ടുകാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് എത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത് വ്യക്തമാണ്. ഷാജഹാനാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. ഷാജഹാൻ, ഈ ഫുട്ബോൾ കവിഞ്ഞ് ഏതാണ്ട് അതിന് മുകളിലേക്ക് വെള്ളം കയറിയിട്ടുള്ള സാഹചര്യം, അവിടെ ബസ് വിട്ടുപോയിരിക്കുന്നു. യാത്രക്കാരെ മാറ്റി എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരം? രജനി, പുനൂരിൽ നിന്നും കട്ടിപ്പാറയിലേക്ക് ഉള്ള റൂട്ടിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഏതാണ്ട് ആ ബസിന്റെ ഫുട്ബോളിന് മുകളിലേക്ക് വെള്ളം കയറുന്ന നിലയിൽ കാണുന്നത്. അവിടെ